കവികൾ ദുർബലരാണോ കാലഘട്ടത്തിൽ? കവികൾ ദുർബലരല്ല. അവിടെ അതുവഴി പോവരുത്, അവിടെ ഒരു കിടങ്ങുണ്ട്, അവിടെ ഒരു മരത്തിനും തീ പിടിക്കുന്നുണ്ട്, അവിടെ ഒരു കാട്ടുമൃഗം ഭ്രാന്തളകി നിൽക്കുകയാണ്, പോകരുത് പോകരുത് ഇങ്ങനെ പറയുന്ന ഒരു വഴികാട്ടിയാണ് എപ്പോഴും കവി. അതുകൊണ്ട് കാട്ടുമൃഗത്തെക്കുറിച്ച് പറയുന്നു, തീ പിടിക്കുന്ന മരത്തെക്കുറിച്ച് പറയുന്നു, അതേപോലെ തന്നെ ആ കിടങ്ങിനെക്കുറിച്ച് പറയുന്നു എന്ന് കേട്ടുകൊണ്ട് കവി എപ്പോഴും മനുഷ്യരെ അശാന്തരാക്കുന്നു എന്ന് കരുതണ്ട. കവിയുടെയും കലാകാരന്മാരുടെയും നിഷ്പക്ഷമായിട്ടുള്ള പ്രചോദനമെന്ന് പറയുന്നത് ആരും കൊല്ലാതെയും ആരും കൊല്ലപ്പെടാതെയും ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഹൃദ്യമായ ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം ആദ്യ കവിയിൽ നിന്നേ നമ്മൾ പങ്കുവയ്ക്കുക. അത് ഏറ്റവും പുതിയ കവികളിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ അത് ഏറ്റുവാങ്ങുന്നത്. കാരണം ഇളം തലമുറ എപ്പോഴും പൂമരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, കോരി കുടിക്കാനുള്ള തണ്ണീർത്തടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നല്ല വായുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രത്യപ്തേജോ വായുവാകാശങ്ങൾ ഇന്ന് മലിനപ്പെടുന്നതിൻ്റെ ഏറ്റവും ആകുലത ഏറ്റുവാങ്ങുന്ന ഇളം തലമുറയാണ്. ഞങ്ങളിരുന്ന് പറയുമ്പോൾ, ഞാൻ പൂമരത്തിലിരുന്ന ബാല്യകാലത്തെക്കുറിച്ച് എൻ്റെ മകളോട് പറയുമ്പോൾ അവൾക്കതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. ചിറ്റാറിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് പള്ളിക്കൂടത്തിലേക്ക് പോയ പ്രഭാതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൾ കൗതുകത്തോടു കൂടി അങ്ങനെ കുടിച്ചാൽ ശരീരത്തിന് അസുഖം വരില്ലേ അച്ഛാ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ വിമലീകരിക്കുക അല്ലെങ്കിൽ നിർമ്മലീകരിക്കുക എന്നുള്ളതാണ്, വളരെ വിശുദ്ധമാക്കുക എന്നുള്ളതാണ് കവികളുടെ മാലിന്യമുക്തമായൊരു ജീവിതത്തിന് വേണ്ടിയുള്ള സ്വപ്നം എപ്പോഴും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കവികൾ ഒരിക്കലും ദുർബലരല്ല. പക്ഷേ അവരശാന്തി കാണുമ്പോൾ വല്ലാതെ ആകുലപ്പെടും. ആ ആകുലതയാണ് നമ്മൾ ദുർബലതയായിട്ട് കാണുന്നത്. എൻ്റെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന വയലുകളെല്ലാം ഇഷ്ടികക്കളങ്ങളിലേക്ക് ഇരുമ്പ് ചട്ടിയിൽ കറുത്ത ചേറായി ഇങ്ങനെ ചുമക്കപ്പെടുന്ന ഒരു കാലത്ത് ഞാൻ എഴുതിയതാണ്. എൻ്റെ പച്ചപ്പനം തത്തകളെല്ലാം മറഞ്ഞു പോകുന്ന പ്രഭാതങ്ങൾ, ഞങ്ങൾ കളിച്ചു നടന്നിരുന്ന പാടങ്ങളെല്ലാം ഗർത്തങ്ങളാകുന്ന ദുരന്തങ്ങൾ, ഇത് കണ്ട് നിങ്ങളുടെ ഹൃദയം പോലെ ഒരു കൗമാര ഹൃദയത്തിലുണ്ടായ വേപധു ആണ് എൻ്റെ ഈ വരികളിലൂടെ അന്ന് ഞാൻ ആവിഷ്കരിച്ചത്. ഒറ്റയായ ഹൃദയത്തിൻ്റെ കിനാവ്, ഒറ്റക്കിനാവ്. 30 വർഷമാവുകയാണ് ഞാൻ ഈ കവിത എഴുതിയിട്ട്. ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ, വേങ്കുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത് ഒറ്റമുകിൽ പോലെ നിന്നതേതു കിനാവോ, എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ. ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ, ഏങ്ങലടിച്ചലറിയ പൂങ്കാവുകളും പറവകളും എലേലം പാടിയ നീരരുവികളുടെ നാവുകളും ഉച്ചവയിൽ തീയുരുകിയ പച്ച നെല്ലിൻ പാട്ടുകളും കണ്ണു നട്ടു കാത്തു നിന്നതാരുടെ വരവോ, വിണ്ണോളം പൂത്തുലഞ്ഞതാരുടെ നിറവോ. ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ, വേങ്കുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത് ഒറ്റമുകിൽ പോലെ നിന്നതേതു കിനാവോ, ഓ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ, ഈ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ, അതേതു നിലാവോ, അതേതു നിലാവോ. കലോത്സവ വേദികളിലുമൊക്കെ ഈ കവിതാരചന ഒരുപാട് പുതിയ മത്സരങ്ങൾ, പുതിയ മത്സരാർത്ഥികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കവിതകൾ കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ മുതിർന്ന കവികൾക്ക് പ്രതീക്ഷ, അതായത് കവിത ഒരിക്കലും അന്യം നിന്ന് പോകുന്നില്ല, പുതിയ കവിതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? അത് ഒരു ആശങ്ക കൊണ്ട് ചോദിക്കുന്നതാണ്. കലോത്സവ മത്സരങ്ങളിലെ കവിതകളെ കലോത്സവ മത്സരങ്ങളിലെ കവിതകളായിട്ട് മാത്രമേ കാണാവൂ. അത് ഒരർത്ഥത്തിൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന കവിതകളാണ്. അത് ഒരിക്കലും നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രചനയായിട്ട് ഒരിക്കലും കാണരുത്. 1975 കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവൽ കവിതാരചനാ മത്സരത്തിന് എനിക്കായിരുന്നു 1ാം സമ്മാനം. പക്ഷേ എനിക്ക് കിട്ടിയ 1ാം സമ്മാനം കിട്ടിയ കവിത ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിലും ചേർത്തിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു ഹോംവർക്ക് മാത്രമായിരുന്നു എന്ന തിരിച്ചറിവാണ് അത് മാറ്റി നിർത്തുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. അതുകൊണ്ട് കലോത്സവ കവിതയെക്കുറിച്ച് ആശങ്കയൊന്നും വേണ്ട, അത് നിങ്ങളുടെ ഹോംവർക്ക് മാത്രമാണ്. കലോത്സവ കവിത എങ്ങനെ ആയിരിക്കും? എനിക്കൊരു നഗ്നകവിതയിലൂടെ അതിന് മറുപടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കവിതാരചനാ മത്സരം, വിഷയം ഗംഭീരം, മയിലമ്മ മനസ്സിൽ വന്നപ്പോൾ 10 കുട്ടികൾ മയിലിനെ കുറിച്ചും 4 കുട്ടികൾ മയിലിരുന്ന മരത്തിലെ കുയിലിനെ കുറിച്ചും എഴുതി. വിഷയം കൊടുത്ത മാഷ് ഒരു പാവത്തെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു, പ്ലാച്ചിമടയിലെ മയിലമ്മ. ഇതാണ് കലോത്സവ കവിതകളുടെ അവസ്ഥ. അടുത്തിടയിൽ കണ്ട ഒരു കവിതയാണ്. അതായത്
വടക്ക് നിന്നൊരു ഭ്രാന്തൻ കാറ്റടിച്ചു, അതിൽ വൻമരങ്ങളൊന്നും വീണില്ല, മുക്കുറ്റിയും കണ്ണാന്തലയും തുളസിയും എല്ലാം വേരോടെ പിഴുതുപോയി എന്ന് അങ്ങ് എഴുതി കണ്ടിരുന്നു. ഭാവിയിൽ കഴിഞ്ഞുപോയ ഒരു വർഷം അത്രമാത്രം ആസുരമായ ഒരു കാലമാണ് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? ഓരോ എഴുത്തുകാരനും രക്തസാക്ഷിയാകുവാൻ തയ്യാറാവുക. അടുത്ത വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എഴുത്തുകാർ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് രക്തസാക്ഷിയാകാനുള്ള സന്നദ്ധത മലയാളത്തിൽ കവിത എഴുതുന്ന എല്ലാ ആളുകളും മനസ്സിൽ വെച്ചേക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? മത്തിവിറ്റും മണ്ണ് കിളച്ചും ചായയടിച്ചും എച്ചിൽ പാത്രം മോറിയും നീ മിച്ചം പിടിച്ച നോട്ടുകൾ എൻ്റെ പാദത്തിൽ വയ്ക്കൂ, ഒരു കഷ്ണം കാൽനഖം പകരം വാങ്ങൂ. ചോര നീരാക്കി തങ്കമോളെ അണിയിക്കാൻ നീ കാത്തുവച്ച പൊന്ന് എൻ്റെ മുന്നിൽ വയ്ക്കൂ, ഒരു കഷ്ണം കൈനഖം പകരം വാങ്ങൂ. നിൻ്റെ മണ്ണ് പെണ്ണ് വീട് വാഹനം വയ്ക്കൂ, ഒരു ചെറു രോമം പകരം വാങ്ങൂ. നിൻ്റെ സ്വപ്നം ജീവിതം സ്വാതന്ത്ര്യം പ്രണയം സങ്കല്പം മഷിയും പേനയും ഇവിടെ വയ്ക്കൂ, പകരം ഒരു മുടിനാര് വാങ്ങൂ. വടക്കു നിന്നും വീശിയ ഭ്രാന്തൻ കാറ്റ് വൻമരങ്ങളെ തൊട്ടില്ല, തുമ്പയും തുളസിയും മുക്കുറ്റിയും കണ്ണാന്തളിയും വേര് പറഞ്ഞ് പറന്ന് ഒടുങ്ങി. ഇതല്ലേ കഴിഞ്ഞ 50 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചത് ഇന്ത്യയിൽ? തീർച്ചയായിട്ടും അടുത്ത കാലം എന്ന് പറയുന്നത് ഇതിനെതിരെ പ്രതികരിക്കുന്ന എഴുത്തുകാരുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ആളുകൾക്ക് മേൽക്കൈ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് ഓരോ എഴുത്തുകാരനും രക്തസാക്ഷിയാകുവാൻ തയ്യാറായിരിക്കുക. ഭയപ്പെടുത്തുന്നുണ്ടോ? ഈ ദലിതം എന്ന് പറയുന്ന സാധനം ഉണ്ട്, ഒരു അവസ്ഥയാണത്. അതൊരു ജാതിയോ മതമൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ ദലിതന് വേണ്ടി എഴുതുന്ന വലിയ വലിയ കക്ഷികളാണെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഉണ്ടായിപ്പോകുന്ന ചില ഭ്രംശങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ചർച്ചകളും വർത്തമാനങ്ങളും എല്ലാം സംഭവിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ദലിതം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അത് എല്ലാവർക്കുമുണ്ട്, ആർക്ക് വേണം സംഭവിക്കാം. എനിക്ക് ധാരാളമായി സംഭവിച്ചിട്ടുള്ള എൻ്റെ ജീവിതം കൊണ്ട് പറയാൻ കഴിയുന്ന കാര്യമാണ്. ദലിതാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിനകത്ത് ജാതിയും മതവും വർഗമൊന്നുമില്ല. പക്ഷെ അതുണ്ട് എന്ന് കാണിച്ചിട്ട് അവരുടെ വക്താക്കളാണെന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അവരാണ് ഈ വ്യാഖ്യാനങ്ങൾക്കെല്ലാം ഇടയാക്കുന്നത്. ദയവായി എനിക്ക് പറയാനുള്ള കാര്യം, മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അവരവരുടെ ഇടങ്ങൾ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ സാഹിത്യ രംഗത്തെങ്കിലും ഉപയോഗിക്കാതിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.